ഹലോ സാറേ, കാശൊക്കെ റെഡിയാണല്ലോ അല്ലേ? കാശ് എവിടെ എപ്പോ എത്തിക്കണം? പക്ഷെ എന്റെ കുഞ്ഞ് അവക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്റെ കയ്യിലെത്തണം. എന്താ ശ്യാം ഇങ്ങനെ? താങ്കൾ എന്നെ അവിശ്വസിക്കുകയാണോ? ഡീൽ ലയർ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. എങ്കിൽ പറ, കാശ് എവിടെ എത്തിക്കണം? 10 ലക്ഷം രൂപയുമായി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബീച്ചിന് തെക്കേറ്റത്തുള്ള സൂയിസൈഡ് പോയിന്റിലെത്തണം. രാത്രി കൃത്യം 10 മണിക്ക്. താങ്കൾ അവിടെ ഉണ്ടാവില്ലേ? ഞാനുണ്ടോ ഇല്ലയോ എന്ന് ഭായി അറിയണ്ട. ഡീൽ കൃത്യമായി നടന്നിരിക്കും. അപ്പൊ എന്റെ കുഞ്ഞ്? കാശ് കൈമാറി കഴിഞ്ഞാൽ ഭായിക്ക് കുഞ്ഞിനെ ഏറ്റുവാങ്ങാം. ഭായി പേടിക്കാതെ എല്ലാം മുറ പോലെ നടക്കും. പിന്നെ കാര്യങ്ങളൊക്കെ പരമരഹസ്യമാണല്ലോ അല്ലേ? തീർച്ചയായും. അയ്യര് പറയുന്ന പോലെ തന്നെ മറ്റന്നാൾ രാത്രി 10 മണിക്ക് ഞാൻ കാശുമായിട്ടെത്തും. സ്നേഹമോളുടെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അവൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നതല്ല. പക്ഷെ എന്നെ ചീറ്റ് ചെയ്യാൻ നോക്കിയാല് നോ ഭായി, താങ്കൾ പറഞ്ഞ എമൗണ്ടുമായി വരൂ, അപ്പൊ കാണാം. ശരി. ഹലോ. കാശൊക്കെ ഭദ്രമാണല്ലോ അല്ലേ ധനപാലൻ? എടോ, തനിക്ക് ചെക്ക് പോരെ? തനി കാശ് ചെക്ക്. ധനപാലൻ സാറേ, അതിബുദ്ധി എന്നോട് കാണിക്കല്ലേ. 15 ലക്ഷം രൂപ ലിക്വിഡ് മണി. അല്ലാതെ കുട്ടിയുടെ പുറത്തൊരു പോറൽ പോലും വീഴില്ല. പറയുന്നത് അയ്യരാണ്. ഓക്കെ. പിന്നെ കുട്ടിയുടെ ഡെഡ് ബോഡി എനിക്ക് കാണണം. ആ നിമിഷം പറഞ്ഞ തുക നിനക്ക് കൈമാറും. നോ, ആദ്യം ക്യാഷ്, പിന്നെ കൊല. ധനപാല സാർ പെട്ടെന്ന് നിറമാർന്നു തനവാ, ഓന്തിനെ പോലെ. എനിക്കറിയാം. അതുകൊണ്ട് ആദ്യം പണം എന്നെ ഏൽപ്പിക്കണം. ശരി. ഞാൻ എവിടെയാ എത്തേണ്ടത്? ബീച്ചിന്റെ വടക്കേ അറ്റത്തുള്ള പൊളിഞ്ഞ പാലത്തിന്റെ കിഴക്കേ അറ്റത്ത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാത്രി കൃത്യം 10 മണിക്ക് കാശുമായി അവിടെ എത്തുക. അവിടെ ഒരു ചെറിയ ലൈഫ് ബോട്ട് കാണും. അതിലൊരാളും. ആ ബോട്ടിൽ കയറി 10 മിനിറ്റകം താങ്കൾ എന്റെ അടുത്തെത്തും. ഡീല് കഴിഞ്ഞാലുടൻ കുട്ടിയെ കൊന്ന് വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തും. പിന്നീട് ഒരിക്കലും കുട്ടിയുടെ ശവശരീരം കരയിലെത്തുകയില്ല. എന്താ അതുപോലെ? മതി. അതെ, ഞാൻ വെള്ളത്തിന്റെ നടുവിലേക്ക് വരണോ? വരണം, വന്നേ തീരൂ. കുട്ടിയെ കൊല്ലുന്ന കാണട്ടെ. ഒരു കാര്യം ചെയ്യും, കുട്ടിയെ ജീവനോടെ എനിക്ക് തന്നേക്ക്. ഞാനത് മനോഹരമായി കൈകാര്യം ചെയ്തോളാം. വേണ്ട ധനപാല സാറേ, ആ പണിയും കൂടി ഞങ്ങൾക്ക് കൂട്ടിയത്. അപ്പോ മറ്റന്നാൾ രാത്രി കൃത്യം 10 മണിക്ക്. നാളെ വൈകുന്നേരം 7 മണിക്ക് ബ്രിഗേഡ് ലൈനിലുള്ള 1ാമത്തെ ട്രാൻസ്ഫോമറിന് എതിർവശത്തുള്ള ആ പഴയ വീടിന് മുന്നിൽ പണവുമായി എത്തണമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോവാം. ഞാൻ ഒറ്റയ്ക്കേ ചെല്ലാവൂന്ന് അവർക്ക് നിർബന്ധമുണ്ട്. പണം അവിടെ എത്തിച്ച് തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും കുഞ്ഞവിടെ ഉണ്ടാവുമെന്ന്. നമ്മളതെങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ മറ്റു വഴിയില്ലല്ലോ. പണം എപ്പോൾ തരാൻ പറ്റും?
അറ്റ് എനി ടൈം. ഇപ്പം വേണമെങ്കിൽ ഇപ്പം. ക്ലാര അതേക്കുറിച്ച് ഓർത്ത് ബോധേടാവണ്ട. അങ്ങനെയാണെങ്കിൽ നാളെ മതി. നാളെ വൈകിട്ട് 6 മണിക്ക് സെൻറ് ജോസഫ് ചർച്ചിൻ്റെ മുന്നിൽ വന്നാൽ മതി. ഞാൻ അവിടെ വരാം. ഓക്കെ, ഞാൻ വന്നോളാം ക്ലാര. ബ്രിഗേഡ് ലൈനിലേക്ക് അവിടെ നിന്ന് അധികം ദൂരമില്ലല്ലോ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. എന്താ ക്ലാരെ? പറഞ്ഞോളൂ. മോളെ കിട്ടിയാലുടൻ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. ആ നിമിഷം തന്നെ രക്ഷപ്പെടണം, എങ്ങോട്ടെങ്കിലും. ജർമ്മനിയിലേക്ക് പോകാൻ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തതല്ലേ ക്ലാരെ? വൈകാൻ പാടില്ല. അഥവാ താമസം നേരിടുകയാണെങ്കിൽ അതുവരെ ആരും അറിയാത്ത മറ്റെവിടെയെങ്കിലും ഒരിടത്തേക്ക് മാറിയേ തീരൂ. ക്ലാര ധൈര്യമായിട്ടിരിക്കെ, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. പപ്പയോ മദറോ മറ്റാരും തന്നെ തൽക്കാലം ഇതൊന്നും അറിയാൻ പാടില്ല. എന്നെ വിശ്വസിക്കാം. അത് അപകടമാകില്ലേ മോനെ? ക്ലാരയെ കൂടി കാണാതാവുമ്പോൾ അന്വേഷണം പിന്നെ ആ വഴിക്ക് തിരിയില്ലേ? ഒടുവിൽ നീയും കുറ്റവാളി ആകില്ലേ മൈക്കിൾ? എങ്ങനെ? ക്ലാര എൻ്റെ ഭാര്യയാണ്. എന്നോടൊപ്പം എവിടേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം അവക്കുണ്ട്. കുഞ്ഞും മിസ്സാകുമ്പോഴും ക്ലാര ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആരെന്ത് സംശയിക്കാനാ? ഇത് നമ്മൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ മാത്രമല്ലേ മോനെ? ആയിക്കോട്ടെ പപ്പ. എൻ്റെ ലക്ഷ്യം ക്ലാര മാത്രമാണ്. ക്ലാര എന്നോടൊപ്പം ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്കൊന്നും ആശങ്കപ്പെടാനില്ല. അതിനുശേഷം നിയമപരമായി ശ്യാം സ്നേഹയെ വീണ്ടെടുത്താൽ പോലും ഒരുപക്ഷെ ക്ലാരയ്ക്ക് എന്നെ വിട്ടുപോകാൻ കഴിയില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാനേ എനിക്ക് കഴിയൂ. രക്ഷിക്കും പപ്പ. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. പപ്പ നേരം കളയാതെ ജോയിച്ചനെ വിളിച്ച് ജർമ്മനിയിലേക്കുള്ള 3 ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്യാൻ പറ. ടോപ്പ് സീക്രട്ട് ആയിരിക്കണമെന്ന് പ്രത്യേകം പറയുകയും വേണം. ജോയി ചോദിച്ചാൽ പപ്പ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി ജോയിച്ചനെ കാണാം. എങ്കിൽ അത് തന്നെയാവും നല്ലത്. ഏതായാലും ഫോണിലൂടെ വേണ്ട. ശരിയാ, ഫോൺ ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ പോയി ജോയിയോട് കാര്യങ്ങളുടെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്ക്. അഥവാ ടിക്കറ്റ് ലേറ്റായാൽ തന്നെ അതുവരെ ആരും അറിയാതെ ജോയിയുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ പോയി നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാമല്ലോ. എന്നാ ഞാനിപ്പോ തന്നെ ഇറങ്ങാം പപ്പ. പതുക്കെ. മേഡം അന്ന് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ എന്നെ സംശയിക്കുകയും ചെയ്തു. ക്ഷമിക്കണം മദർ. അപ്പോഴത്തെ ഒരു ക്ഷോഭത്തിന് ഞാൻ പാടില്ലായിരുന്നു. പിന്നീട് ഞാൻ അതേക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു. അനീതിക്ക് കൂട്ടുനിൽക്കാൻ എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മതവും അതനുശാസിക്കുന്നുമില്ല. എന്നിട്ടും പലപ്പോഴും ഞാൻ ആരോപണങ്ങൾക്ക് വിധേയയായിട്ടുണ്ട്. മേഡത്തിനും അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായും നമ്മൾ ഏതാണ്ട് ഒരേ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാകാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നവരിൽ നിന്നും ചെറിയൊരു വീഴ്ചയെങ്കിലും ഉള്ളതായി തോന്നിയ ചിലപ്പോൾ നിയന്ത്രണം നഷ്ടമായേക്കും. വീണ്ടും വിചാരം പോലും ഇല്ലാതെ പ്രതികരിച്ചെന്നും വന്നേക്കാം. അങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ മദറിനോട് മദർ അത് കാര്യമാക്കണ്ട. ഇല്ല, ഞാനത് അപ്പോഴേ മറന്നു. മേഡത്തിനെ എനിക്കറിയാലോ. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം മദർ ഇവിടെ വരെ വന്നത്? അല്ല മാഡം, ഞാനിപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒറ്റയ്ക്ക് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ മദർ?
സ്നേഹമോളുടെ കാര്യ. സ്നേഹമോളുടെ കാര്യോ? എന്താ മദർ? എന്തെങ്കിലും സൂചന കിട്ടിയോ? ആ, സ്നേഹമോൾ അയ്യരുടെ കസ്റ്റഡിയില. ഏ? ഞാനൊന്ന് മേഡത്തിനോട് പറഞ്ഞില്ലേ, രേണുകയെ സ്നേഹമോളെയൊക്കെ പിന്തുടരുന്ന ഒരു ക്രിസ്റ്റിയെക്കുറിച്ച്? അയ്യർ ആ ക്രിസ്റ്റിയുടെ ആളാണ്. മൈ ഗോഡ്, രേണുക അന്ന് കൊല്ലാൻ ശ്രമിച്ച ആ പ്രൊഫഷണൽ കില്ലറോ? അതെ മാഡം. അതുകൊണ്ടാണ് ഞാൻ ഏറെ ഭയക്കുന്നതും. ക്ലാരയോട് അയാൾ പണം ആവശ്യപ്പെട്ടെങ്കിലും സ്നേഹമോളെ അയാൾ ജീവനോടെ വിട്ടുകൊടുക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ ദൈവമേ, നമ്മളിപ്പോ എന്തു ചെയ്യും മദർ? പോലീസിൽ അറിയിക്കുന്നത് അപകടമാണെന്നാണ് ക്ലാരയും മൈക്കിളും ഒക്കെ പറയുന്നത്. പക്ഷേ അറിയിക്കാതിരുന്ന നമുക്ക് ഈ കാര്യം ശ്യാമിനെ അറിയിച്ചാലോ മദർ? തൽക്കാലം അത് വേണ്ട മാഡം. അയാൾ ഒരു എടുത്തുചാട്ടക്കാരനാണ്. എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. പിന്നെന്താണൊരു വഴി? പോലീസിൽ അറിയിക്കുന്നത് തന്നെയല്ലേ മാഡം നല്ലത്? ക്ലാര ഭയക്കുന്നത് പോലെ അതും അപകടമായാലോ? പോലീസ് സഹായം തേടരുതെന്ന് അവര് വാണിംഗ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വേണ്ട മദർ. നമുക്ക് മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാം. ഈ രണ്ടു വഴിയല്ലാതെ മറ്റെന്ത് വഴിയാണുള്ളത്? ആ CI രാജ്മോഹനെ നമുക്ക് വിശ്വസിക്കാമല്ലോ. അന്വേഷണ ചുമതല മറ്റൊരാൾക്കാണെങ്കിലും അയാൾ നമ്മുടെ പരിചയക്കാരനല്ലേ. രേണുകയെ സംബന്ധിക്കുന്ന കേസിന്റെ എല്ലാ വിശദാംശങ്ങളും അയാൾക്ക് അറിയുകയും ചെയ്യാം. അയാളോട് നമുക്ക് രഹസ്യമായി ഇതൊന്ന് പറഞ്ഞാലോ? ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി മദർ. ഏത് കേസിനോടും പോലീസുകാർക്കുള്ള സമീപനം ഒരുപോലെയായിരിക്കും. ഇനിയും വൈകിയാൽ ആപത്താണ്. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് സൂചിമുനയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് മദർ നമ്മൾ ശരിക്കും ആലോചിക്കണമെന്ന് പറഞ്ഞത്. എടുത്തുചാടി പുറപ്പെട്ടാൽ പിന്നീട് നമ്മൾ പശ്ചാത്തപിച്ചിട്ട് പോലും കാര്യം ഉണ്ടാവില്ല. ഓ ജീസസ്, നീ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ ഒന്ന് കാണിച്ചു തരൂ. ക്ലാരയിൽ നിന്നും ക്യാഷ് വാങ്ങാൻ നീയാണ് പോകേണ്ടത്. സ്ഥലമറിയാലോ? അറിയാം. വലിയ റിസ്ക് ഒന്നുമില്ലാതെ ആയിരിക്കും ആ ക്യാഷ് നമ്മുടെ കയ്യിൽ എത്തിച്ചേരുക. സൂയിസൈഡ് പോയിന്റിലെത്തുന്ന ശ്യാമപ്രസാദിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. രാത്രി കൃത്യം 10 മണിക്ക് ശ്യാം ക്യാഷുമായി അവിടെ എത്തും. ക്യാഷ് വാങ്ങി ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജീവനോട് ഉണ്ടാവാൻ പാടില്ല. അടുത്ത ദിവസത്തെ പത്രത്തിൽ യുവ അഭിഭാഷകൻ ശ്യാമപ്രസാദ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഉണ്ടാവണം. ഉണ്ടാവും. അയാൾ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത എങ്ങനെ വരും? എടി മരമണ്ടി, സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ബലം പ്രയോഗിച്ച് അയാളെ എടുത്ത് താഴേക്കിടണം. ഇതേ സമയം ധനപാലം ക്യാഷ് നിറച്ച പെട്ടിയുമായ പാലത്തിന്റെ അടിയിലെത്തും. അയാളെ ബോട്ടിൽ കയറ്റി എന്റെ അടുത്ത് എത്തിക്കാനുള്ള ചുമതല ഞാൻ ക്രിസ്റ്റഫറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ധനപാലന്റെ ക്യാഷ് വാങ്ങിയ ശേഷം അവിടെ വെച്ച് തന്നെ കുട്ടിയെ കൊന്ന് വെള്ളത്തിൽ താഴ്ത്തും. ഒരിക്കലും ആ ശവശരീരം പുറം ലോകത്തേക്ക് അടിഞ്ഞു കയറാൻ പാടില്ല. അപ്പൊ കുട്ടിയെ നമ്മൾ ആർക്കും കൊടുക്കുന്നില്ലെന്നാണോ? ഇല്ല, ആർക്കും കൊടുക്കില്ല. ഈ ഡീലിൽ നമുക്ക് കിട്ടുന്നത് 35 ലക്ഷം രൂപയാണ്. 35 lakhs. അപ്പോൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചരക്ക് കപ്പലിൽ കൃഷി നമ്മളെയും കാത്തിരിപ്പുണ്ടാവും. അവിടെ നിന്ന് നമ്മൾ ഈ കടലും കടന്ന് മറ്റേതെങ്കിലും തീരത്തേക്ക് പോകും, ആർക്കും പിടികൊടുക്കാതെ. മോളിച്ചേച്ചി, ചേച്ചി ഇത് ഏത് ലോകത്താ? ഗേറ്റും കഥകളൊക്കെ തുറന്നിട്ടിട്ട് മോളിച്ചേച്ചി ഇവിടെ എന്തെടുക്കുക? കാറ് മുന്നിലില്ലാത്തോണ്ട് തരകൻ സാർ ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. ഇവിടെ ആരും ഇല്ലേ മോളിച്ചേച്ചി? എന്താടാ, ഞാൻ ഇവിടുത്തെ ആളല്ലേ? അല്ല, കാരക്കുഞ്ഞില്ലെന്നാ ചോദിച്ചത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ മോളിച്ചേച്ചി, ആ കൊച്ചിനെ ഈ വീട്ടിലേക്ക് കേറ്റരുതെന്ന്? ആരെങ്കിലും കേട്ടോ? ഇപ്പൊ എന്തായി?
ക്ലാരക്കുഞ്ഞ് അങ്ങനെ ഒരു അവിവേകം കാട്ടിയെന്ന് വെച്ച് അത് അംഗീകരിച്ചു കൊടുത്തല്ലേ തെറ്റ്. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. നീ ഒന്ന് പോകുന്നുണ്ടോ പീലിപ്പോസേ? മനുഷ്യനിവിടെ ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാ അവന്റെ ഒരു ആലോചന. ശരിയാ മോളി ചേച്ചി, ഭ്രാന്ത. താന് ഭ്രാന്തായ മട്ട ആർക്കാ? നമ്മളെ മദറിന്. തിരുസഭയുടെ ചോദ്യത്തിന് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് അറിയാതെ മദറിന് ഭ്രാന്തെടുത്തിരിക്കുക. പാവം മദർ, എന്റെ മോളെ സ്നേഹിച്ചതിന് അവർക്ക് ഇങ്ങനെ ഒരു മുൾക്കിരീടം കൊടുത്തല്ലോ കർത്താവ്. മിക്കവാറും തിരുവസ്ത്രം ഊരി വെച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേട് വരും മദറിന്. നിന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ പീലിപ്പോസേ. മദറിന്റെ കാര്യം മാത്രമല്ല, എന്റെ കാര്യവും കുഴപ്പത്തിലാ. ഇക്കണക്കിന് പോയാ ഞാൻ അവിടെ നിന്ന് പുറത്താവും. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞതുപോലെ എന്റെ കാര്യം. സ്വസ്ഥമായിട്ട് ഇത്തിരി ജീവകാരുണ്യ പ്രവർത്തനം നടത്താന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. എല്ലാത്തിനും കാരണം ആ നശിച്ച കൊച്ച. സ്നേഹമോൾ ഇപ്പൊ എവിടെയായിരിക്കും? ആരായി ചതി ചെയ്തെന്ന് ഒരു പിടിയുമില്ലല്ലോ കർത്താവേ. എന്റെ കുഞ്ഞിനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. പുറത്ത് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ മോളി ചേച്ചിക്ക്? ശ്യാം സാറും തരകൻ സാറും ചേർന്ന് ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്നാ സംസാരം. ക്ലാരക്കുഞ്ഞ് സ്നേഹയുമായി മൈക്കിളിനോടൊപ്പം പോവാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്നാ പറയുന്നത്. അല്ല, ഇന്നെന്താ ശിവരാത്രിയാണോ ഗംഗമോളെ? അതോ ഏകാദശിയോ? അല്ല, ഒരുത്തനെ ഉറക്കുവളച്ച് നമശിവായ ജപിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവിടെ ഒരാള് ആഹാരം പോലും ഉപേക്ഷിച്ച് ഉപവാസം നടത്തുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ശ്യാമേട്ടൻ വന്നായിരുന്നോ? അല്ലല്ല, എങ്ങോട്ട് പോവാ? എടി കൊച്ചേ, അവൻ ഭാവി പരിപാടികൾ ചിന്തിച്ചു കൂട്ടുക. അതിനിടയിൽ നീ എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നേ? നീ എന്തായാലും പുറമ്പന്തായില്ലേ? വാശിക്ക് നീ ഒരുത്തരെ നോക്കടി മോളെ. ഇങ്ങനെയുള്ളവന്മാരോട് അങ്ങനെ തന്നെയാ വേണ്ടത്. വല്ലതും മിണ്ടാൻ പറ്റുമോ? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. അവനാകെങ്കിൽ നിനക്ക് വായിക്കൂടെ? നാത്തൂനും അക്കാര്യത്തിൽ മോശമൊന്നും അല്ലല്ലോ. അടിക്ക് തിരിച്ചടി, അതാ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കരഞ്ഞും കൂവിയും പട്ടിണി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ലടി കൊച്ചേ. എന്റെ ആദ്യത്തെ കെട്ടിയോനുണ്ടല്ലോ, രാം ഗോപാൽ മുഖർജി, അതായത് ഗാഥമോളുടെ പപ്പ. അങ്ങയുടെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിക്കാനൊന്നും പോയില്ല. അപ്പോട്ടിന്റെ കൂടെ ഞാനിങ്ങ് പോന്നു. ഒടുക്ക ഒന്നും ഇല്ലാതായി നശിച്ചില്ലേ അയാള്. വെറ്റില്ലേലെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയുക, തോൽക്കരുത്. ഒരിക്കലും അവന്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. നല്ല ഉറക്കമാണല്ലോ. റീത്ത അങ്കിൾ, ആ അങ്കിൾ നമ്മൾ എപ്പോഴാ ക്ലാരമ്മയുടെ അടുത്ത് പോകുന്നേ? നാളെ പോകും. എന്താ പോരെ? ഇപ്പൊ പോവാ അങ്കിള്. എനിക്ക് ക്ലാരമ്മ കണ്ടോളൂ മയ്യ, പ്ലീസ് അങ്കിൾ. ഈ രാത്രിയിൽ എങ്ങനെ പോണേ? നാളെ കൊണ്ടുവന്ന അങ്കിൾ പറഞ്ഞില്ലേ? കഴിക്കുമ്പോഴത് കൊടുത്തോ? ഈ കുട്ടി ഒന്നും കഴിക്കുന്നില്ല ഭായ്. അതെന്താ മോളൊന്നും കഴിക്കാത്തെ? എനിക്കൊന്നും വേണ്ട അങ്കിൾ, എനിക്ക് വിശക്കണില്ല. ക്ലാരമ്മ കണ്ടാൽ മാത്രം മതി എനിക്ക്. വല്ലൊന്ന് കഴിച്ചാലല്ലേ ക്ലാരമ്മയുടെ അടുത്ത് കൊണ്ടുപോകുള്ളൂ. ഇത് കഴിക്കാം.
വീട്ടിൽ പോണ്ടേ? അമ്മയെ കാണട്ടെ. എന്നെ ക്ലാരമ്മയുടെ അടുത്ത് കൊണ്ടുപോകല്ലോ അല്ലേ? കൊണ്ടുപോവാന്നല്ലേ പറഞ്ഞത്? മോള് കഴിക്ക. എന്നെ കൊണ്ടുപോവല്ലോ, എന്നെ പറ്റിക്കല്ല നിങ്ങളെ. ഇല്ല, മോള് ഞാൻ ഒരിക്കലും പറ്റിക്കില്ല. സ്നേഹമോള് എത്തിക്കേണ്ടടുത്ത് തന്നെ ഞാൻ കൃത്യമായി എത്തിക്കും. മോള് കഴിക്കാം. എന്റെ മോളെ എനിക്കൊന്ന് കിട്ടിക്കോട്ടെ. പിന്നെ ഈ ശ്യാം ആരാണെന്ന് നീ നന്നായി മനസ്സിലാക്കും. ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആവുമല്ലേ? ഇതിൽ കൂടുതലൊക്കെ നിങ്ങളെ ഞാനിനി എന്ത് മനസ്സിലാക്കാനാ? താലി കെട്ടാൻ കഴുത്ത് നീട്ടിത്തന്ന ആ അധികാരത്തോടു കൂടി ചോദിക്കാം, എനിക്ക് നിങ്ങൾ കുറച്ച് വിഷം വാങ്ങിത്തരുമോ? ഇങ്ങനെ ജീവിക്കുന്നതിലും എത്രയോ ഭേദം അത്. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, ഒന്നും കാണണ്ടല്ലോ. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? ഭാഗ്യം, ആ പേരെങ്കിലും മറന്നിട്ടില്ലല്ലോ. അതുകൂടി മറക്കുന്നതിന് മുമ്പ്, രേണുകയോടും കുഞ്ഞിനോടും ഒപ്പം ജീവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, സ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിച്ചതാ.